ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. എനിക്ക് ഓൾറെഡി 10-ാം തീയതി ആണല്ലോ റേഡിയേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊരു 7-ാം തീയതി ഒക്കെ ആ ടൈമോട് കൂടി എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. കാരണം റേഡിയേഷന് മുമ്പ് തന്നെ പിന്നെ ഒരു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങും പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് റേഡിയേഷൻ വേണ്ടത് ആ ഒരു സംഭവം സ്കാനിങ്ങിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു മാർക്കൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിരാവിലെ തന്നെ MVR എത്തിയിട്ടുണ്ടായിരുന്നു. MVR എത്തിയിട്ട് ഫസ്റ്റിൽ തന്നെ ദിലീപ് സാറിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, സർജനെ. കാരണം എനിക്ക് ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ട്യൂബോ കാര്യങ്ങളോ അതിൻ്റെ ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒക്കെ ദിലീപ് സാർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 10-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ആ ട്യൂബ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും തൽക്കാലം റിമൂവ് ചെയ്യണ്ട, അതവിടെ നിൽക്കട്ടെ, ബാക്കി റേഡിയേഷൻ സ്റ്റാർട്ട് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എത്തി ദിലീപ് സാറിനെ കണ്ടു. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. വന്ന ആ ടൈം തൊട്ടേ എനിക്ക് ക്ഷീണമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവർ ടോക്കണൊക്കെ എടുക്കാൻ പോയ ഒരു ടൈമിൽ വരെ ഞാൻ ജസ്റ്റ് ആ കൗണ്ടറിലൊക്കെ കിടക്കായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വയ്യ. കൗണ്ടറിൻ്റെ പുറത്ത് എനിക്ക് കിടക്കായിരുന്നു. എനിക്ക് അത്രത്തോളം എനിക്ക് വയ്യാതെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എനിക്കറിയില്ല, എനിക്കൊരു തലകറക്കം പോലെയോ ഛർദ്ദിക്കാൻ വരവോ പോലെയോ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല. ഒത്തിരി ആൾക്കാർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഹർഷ ജിതീഷ് അല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നോക്കാനോ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച് ചേട്ടായി അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടും എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ചായയൊക്കെ വാങ്ങി, പിന്നെ ഒരു ഇടിയപ്പം, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നൂൽപുട്ടെന്ന് പറയും, അതിൻ്റെ ഒരു പകുതി മിച്ചമൊക്കെ എനിക്ക് ജസ്റ്റ് പിന്നെ ഇച്ചിരി പഞ്ചസാരയൊക്കെ കൂട്ടി ഞാൻ കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഒത്തിരി ആൾക്കാർ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ആൾക്കാർ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടിയേരിൽ നിന്നുള്ളൊരു പെങ്കൊച്ച്, പിന്നെ വേറൊരു മുസ്ലിം കൊച്ച്, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. കാരണം അവർ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ 7-ാം തീയതി വരുമല്ലോ എന്നുള്ള ധാരണയിലൊക്കെ എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പിന്നെ എന്നാ പറയുക, ഒരു ക്ഷീണാവസ്ഥ ഒന്നും അത്ര ഒരു നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൾറെഡി റേഡിയേഷൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണല്ലോ നമുക്ക് പിന്നെ സ്കാനിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ ചെന്ന് പിന്നെ അവിടെ ഞാൻ കിടക്കുകയായിരുന്നു. എനിക്ക് അത്രത്തോളം ഒരു വയ്യാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. പിന്നെ അവിടെ ചെന്ന് കുറച്ച് സമയം അവിടെ കിടന്നു. അപ്പം വേറൊരു പിന്നെ യൂട്യൂബർ ഉണ്ടായിരുന്നു, സില ഡിസൈനിലെ ജംഷി, പുള്ളിക്കാരി കൂടി വന്നു. ഞാൻ കിടക്കുന്നതൊക്കെ പുള്ളിക്കാർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് ഭയങ്കര ഒരു നാണക്കേടൊക്കെ പോലെ തോന്നി. എനിക്ക് അത്രത്തോളം വയ്യാത്തൊരവസ്ഥയാണല്ലോ. പക്ഷേങ്കിൽ അങ്ങനത്തെ ഒരു ശാരീരികാവസ്ഥയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ എന്തോ ഒരു വയ്യാണ്ട് വന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി റേഡിയേഷനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ടാറ്റു ഒക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ക്ഷീണമൊക്കെ കുറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞത്തേക്ക് ക്ഷീണമൊക്കെ കുറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നിട്ട് എനിക്ക് BP ഒത്തിരി ഹൈ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്കും വന്നു. പിന്നെ വന്നു കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് വരുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ നല്ല മടിയായിരുന്നെങ്കിലും പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരി ബിരിയാണിയൊക്കെ വാങ്ങി. അതിനകത്തൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ബീഫ് ബിരിയാണിയുടെ ഒരു പീസിൻ്റെ പകുതിയൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. അത്രയൊക്കെ എനിക്ക് കഴിക്കാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ചേട്ടായോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി കപ്പയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി കപ്പയൊക്കെ മേടിച്ചു. പക്ഷേ ശരിക്കും പിന്നെ ആ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ട് കപ്പയ്ക്കും കറിക്കൊക്കെ ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. എനിക്കതുകൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ വൊമിറ്റ് ചെയ്തു. തീരെ ഒരു വയ്യാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വരുന്നൊരു വഴിക്ക് പിന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ കാണിച്ച ശേഷം തന്നെയാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തുന്നത്. പക്ഷേ കുഴപ്പമില്ല, വന്നു കഴിഞ്ഞ ശേഷം വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കടന്നുപോയി. ഇനിയിപ്പോൾ ഞങ്ങൾ അതും കൂടെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു മാസത്തേക്ക് റേഡിയേഷൻ ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മളവിടെ ഒരു വീടെടുത്ത് നിൽക്കുമോ അല്ല അങ്ങനെ നിൽക്കേണ്ടതായ ഒരു സാഹചര്യം കൂടെ വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അവിടെ ഉണ്ട് സേജ് സെൻറ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ രണ്ടാൾക്കൊക്കെ നിൽക്കാനും പറ്റത്തുള്ളൂ. അപ്പം മോളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒരു ക്വാർട്ടേഴ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എല്ലായിടത്തും ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളതൊക്കെ നോക്കി പറക്കി
അങ്ങനെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ 2.5 കിലോമീറ്റർ ഇപ്പുറം ഞങ്ങൾക്കൊരു വീടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ആ വീടൊക്കെ എടുത്തു, അവിടുന്ന് അത് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. ഇപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ ക്ലീൻ ആക്കിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. നല്ലൊരു ഇക്കയുടെ വീടാണ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല, വരുമ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ആക്കി വെക്കാം, എല്ലാം സെറ്റാക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇപ്പം നാളെ രാത്രി ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഉണ്ട്, മോളുണ്ട്, എല്ലാവരും ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എന്നാണേലും അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ഇനിയിപ്പോൾ അറിയില്ല റേഡിയേഷനും ക്ഷീണങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഓരോരുത്തർക്കും ചിലർക്ക് റേഡിയേഷനും വലിയ കീമോ പോലത്തെ എഫക്റ്റ് ഒന്നും ഇല്ല, പേടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ ചിലർക്ക് ഓരോ റേഡിയേഷൻ ചെയ്യുന്ന ഓരോ ഇന്ന സ്ഥലങ്ങളിൽ റേഡിയേഷൻ ചെയ്യുന്നിടത്ത് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി നമുക്ക് വയറിനൊക്കെ ആണെങ്കിൽ വൊമിറ്റിങ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകാം. ദിലീപ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി എനിക്ക് കോൺസ്റ്റിപ്പേഷനും വൊമിറ്റിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ റേഡിയേഷൻ്റെ ടൈമിൽ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണേലും വന്നതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ കീമോയുടേതായ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടോ. ഇച്ചിരി മുടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു കീമോ ഒരു 21 ദിവസത്തിലൊരു കീമോ തുടങ്ങുന്നിടത്ത് 21 ദിവസം കഴിയുമ്പോൾ തൊട്ടേ നമുക്ക് ആ കീമോയുടെ ആ എഫക്റ്റ് മാറും. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റേഡിയേഷൻ തുടങ്ങട്ടെ. റേഡിയേഷൻ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ബാക്കി റേഡിയേഷൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ പിന്നെ വരാം കേട്ടോ.